ప్రేమాపూర్ణుడా స్నేహశీలుడా విశ్వనాథుడా విజయవీరుడా ఆపత్కాలమందున్న సర్వలోకమందున్న దీనజనాలి దీపముఖ వెలుగుచున్నవాడా ఆరాధిందును నిన్నే లోకరక్షకుడా ఆనందిందు నీలో జీవితాంతము నీ కృప ఎంత ఉన్నతమో వర్ణించలేను స్వామి నీ కృప ఎంత తుది వరకు నడిపించు యేసయ్యా నా తోడు నీవుండే అందే చాలయ్యా నా ముందు నీవుండే భయమే లేదయ్యా నా ఉండ నీవుండే అందే చాలయ్యా నా ఉండ నీవుండే భయమే లేదయ్యా ప్రేమాపూర్ణుడా స్నేహశీలుడా విశ్వనాథుడా విజయవీరుడా ప్రేమాపూర్ణుడా స్నేహశీలుడా విశ్వనాథుడా വിജയശീലുടാ. ചിലര് ചില കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ചിലർ പോട്ടെ ഇടങ്കോലിട്ട് എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞ് ആ ചെയ്യുന്ന ആളെ അങ്ങ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇല്ലേ? ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, അത്രയും പൈസ അതിന് മുടക്കണോ വേണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾ. ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. ഈ കർത്താവിൻ്റെ കാര്യത്തിന് ഭയങ്കര പിശുക്ക് കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ എവിടെയും കാണും. അവരെ എങ്ങനെ നമുക്ക് ചെലവ് കുറച്ച് ചെയ്യാം, ഇതാണ് അവരുടെ ചിന്ത. നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ ഈ അരിപ്പിക്കുന്ന കുറേ ആൾക്കാർ നിങ്ങൾക്കറിയാമേ, കാശിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചിലവല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ മെസ്സേജ് അവർക്ക് അയച്ചു കൊടുക്കണം. ഇന്ന് അവർ മാനസാന്തരപ്പെട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം വേണ്ട, നമുക്ക് ആ ചർച്ചിൻ്റെ അകത്ത് ആ ട്യൂബ് ഒന്ന് മാറ്റി, ഇവിടെ നല്ല ട്യൂബ് എന്ന് പറയുമ്പോൾ പഴയ ട്യൂബായിരിക്കും, അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് LED ബൾബ് ഇട്ടല്ലോ. LED ബൾബ് വേണോ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാർ അങ്ങനെയല്ല. നമുക്ക് ജനറേറ്റർ വാടകയ്ക്ക് എടുക്കേണ്ട വരും ചിലപ്പോൾ മീറ്റിങ്ങിന്. അല്ല പവറെല്ലാം കൂടെ എത്തൂല. ജനറേറ്റർ വേണോ? ചേടാ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടിയെങ്കിലും, നമ്മുടെ കാര്യത്തിന് പോട്ടെ, കർത്താവിൻ്റെ കാര്യത്തിനെങ്കിലും ഇങ്ങനെ കഞ്ചൂസാകാൻ പാടില്ല കേട്ടോ. സ്തോത്രം. ദൈവത്തിൻ്റെ കാര്യത്തിൽ വേറെ ഏത് കാര്യത്തിൽ നിങ്ങൾ കഞ്ചൂസായിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറയുക. അത് നാട്ടുകാർ നിങ്ങളെ വിലയിരുത്തും. പക്ഷെ കർത്താവിൻ്റെ കാര്യത്തിൽ കഞ്ചൂസാകരുത്. നിങ്ങൾക്കറിയാവോ, ഈ ശീമോൻ്റെ വീട്ടിൽ, കുഷ്ഠരോഗിയായ ശീമോനെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കർത്താവ് വന്നു. കർത്താവ് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കർത്താവ് ചെന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അത് തന്നെ ഒരു പ്രസംഗമാണ് എൻ്റെ. പക്ഷേ ഞാൻ ആ ഭാഗം വിട്ടിട്ട് ആ വീട്ടിൽ നടന്നൊരു സംഭവം പറയാൻ വേണ്ടിയാണ്. കാരണം ഈ ശീമോൻ്റെ വീട്ടിലോട്ട് കർത്താവ് വന്നു. അയാൾ കുഷ്ഠരോഗിയായിരുന്നു. നമ്മൾ പോയില്ലോ, നമ്മൾ പോവോ? നമ്മൾ കുഷ്ഠരോഗിയുടെ അടുത്ത് പോവോ? പറ, നിങ്ങൾ പോവും. ഭയങ്കര പ്രാർത്ഥന അല്ലേലിയ സ്വോത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കുഷ്ഠരോഗി കാണുമ്പോൾ അങ്ങനെ വെച്ചിട്ട് പോകുന്ന ആൾക്കാരല്ലേ നിങ്ങളല്ല ഈ സന്ദേശം കേൾക്കുന്ന പലരും. സ്തോത്രം. ദാനിയേൽ നീലഗിരി കോഴിക്കോട് സൈമച്ചാൻ്റെ കൂടെ ആയിരുന്നപ്പോഴേ, അവിടെ ആയിരുന്നപ്പം ഞാൻ ചേവായൂർ കുഷ്ഠരോഗാശുപത്രി എല്ലാ ഞായറാഴ്ച 3 മണിക്ക് അവിടെ ആരാധനയുണ്ട്. ഞങ്ങൾ ചിലപ്പം സൈക്കിളിൽ പോകും, ചിലപ്പം നടന്നായിരിക്കും, ചിലപ്പം ഓട്ടോയ്ക്കൊക്കെ ആയിരിക്കും അവിടെ പോകുന്നത്. അവിടെ പോയി ആരാധന നടത്തുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അവർ ഇങ്ങനെ കയ്യിൽ മുറിവൊക്കെയാണ്, വിരലുകളൊന്നും അധികം ഇല്ല. പക്ഷെ അവർ ഇങ്ങനെ കൈയൊക്കെ അടിച്ച് പാട്ട് പാടും. ഞാൻ അവിടെ മൈക്കിൻ്റെ അടുത്ത്, അവിടെ അന്ന് സ്പീക്കറൊന്നും ഇല്ലെന്നേ, ഒരു കോളാമ്പിയ, അതിനകത്തൂടെയൊക്കെയാണ് പാട്ട് പാടുന്നത്. അതിനകത്തൂടെ പാടുമ്പം അവരും ആ മൈക്കിനകത്തൂടെ കോളാമ്പിക്കകത്തൂടെ പാടുമ്പോൾ അവരും ഞങ്ങളോട് ചേർന്ന് പാട്ട് പാടും, വചനം ശുശ്രൂഷിക്കും. ഞാൻ അങ്ങനെ എന്നോട് കൂടെ ഒരുപാട് ദേവദാസന്മാർ അവിടെ ശുശ്രൂഷിച്ചവരുണ്ട്, പലരും ഉണ്ട്. ഇത് കേൾക്കുന്ന പലർക്കും അറിയാവുന്ന സംഭവം. അവരോടൊപ്പം സമയം ചിലവഴിക്കും. ഭയങ്കര സന്തോഷമാണ്. ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. അവിടെ കൊണ്ട് അവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവർ ചായ ഇടും. ഞങ്ങൾ കുടിച്ചു. ഞാൻ എത്ര പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്, ഇട്ടാൻ പോലെ അവിടെ പോയപ്പോഴെല്ലാം കുടിച്ചിട്ടുണ്ട്.
ആമേൻ, സ്തോത്രം. ആത്മനിറവിൽ ആരാധിക്കുന്ന അവരുടെ ആ ആരാധനയും സന്തോഷമൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പോകേണ്ടത് അങ്ങോട്ടൊന്നും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കഞ്ചൂസാകരുന്ന ഞാൻ ഈ പറഞ്ഞു പറ്റും. യേശു ശീമോന്റെ വീട്ടിലെത്തി. ശീമോന്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു സഹോദരി, ഞാൻ ആ സഹോദരിക്ക് ലീലാമ്മ എന്ന് പേരിടുകയാണേ. നിങ്ങൾ എന്തെങ്കിലും പേരിട്ടു? നിങ്ങൾ മേഴ്സിന്നോ മറിയക്കുട്ടിന്നോ മേരിക്കുട്ടിന്നോ എന്തെങ്കിലും ഇട്ടു. ഞാൻ ലീലാമ്മ എന്നിടുക. ലീലാമ്മ സ്വച്ഛജടമാംസി എന്ന് പറഞ്ഞൊരു തൈലം, ഭയങ്കര വില കൂടിയ സാധനമാണേ. നമ്മൾ ഈ അടിക്കുന്ന 100 രൂപയുടെ സാധനമല്ല. സ്വച്ഛജടമാംസി ഭയങ്കര വിലയാണ്. അതിൻ്റെ വില അവിടെ എഴുതിയിട്ടുണ്ട്. ആ വില നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. എന്നാ ഭയങ്കര വിലയാണ്. അന്നത്തെ കാലത്ത് അത്രയും വില. അവൾ ഈ സ്വച്ഛജടമാംസി കൊണ്ടുവന്നിട്ട് ഒരു ഭരണിക്കകത്താണ്, അത് ഒരു ഭരണിക്കകത്ത് അത് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് തര ഈ ഈ ഈ സുഗന്ധം പരത്തുന്ന ഇത്തരത്തിലുള്ള തൈലങ്ങൾക്ക് ഭയങ്കര സ്മെല്ല്. ഞാൻ ചില സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ റോഡ് സൈഡിൽ അത്തർ വയ്ക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ അത്തർ മേടിച്ചിട്ട് ഞാൻ നല്ല സാധനം മേടിച്ച് ചിലപ്പോൾ കയ്യലിങ്ങനെ തൂത്താൻ മതി. എത്ര നേരം കഴിഞ്ഞാൽ മണം പോയി തരാം. നമുക്ക് 10-40 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഒരു കുപ്പിയൊക്കെ മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബോട്ടിലിനകത്ത് മേടിച്ച് പോകും. നമ്മുടെ മണം മറ്റുള്ളവർക്ക് അസഹനീയമാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് സ്പ്രേയും ഈ തൈലമൊക്കെ തേക്കുന്നത്. എന്തായാലും ഞാൻ ഇച്ചിരി ഈ മൂലയ്ക്ക് ഇച്ചിരി തേച്ചതുള്ളൂ. ഇങ്ങനെ ഈ പൾസടിക്കുന്ന അവിടെയാണല്ലോ അത്തർ തേക്കുന്നത്. അത്തർ തേക്കുന്ന അവിടെ 2 സ്ഥലം, ഒന്ന് ചെവിയുടെ പുറകിൽ, പിന്നെ ഇവിടെ ഈ പൾസ് വരുന്നവർക്ക്. അപ്പം ഞാനിത് 2 തേച്ചിട്ട് അവിടെ എങ്ങും നിൽക്കത്തില്ല, അതുപോലത്തെ മണം. അയ്യോ, അതെ, ആ വീട് മുഴുവൻ വേണ്ട, ആ റോഡ് മുഴുവൻ ഈ ഊത് വാങ്ങാൻ കിട്ടും. ദൈവമക്കളെ, ഈ മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പ്രാക്ടിക്കലും കൂടെ പറയാം. ഈ റോഡ് സൈഡിൽ ഊത് മേടിക്കാൻ കിട്ടും. ഊതെന്ന് പറയുന്ന സാധനം കേട്ടോ, ഊത്. ആ ഊതാനല്ല, ഊതെന്ന് പറയുന്ന സാധനം. അത് ഈ അത്തർ വയ്ക്കുന്ന അവന്മാരോട് ചോദിച്ചാൽ മതി. അവരോട് ചോദിച്ചാൽ പറയും, അവർ തരും. ഇത്ര ഉള്ളതിൽ ഒരു ഡെപ്പിയാണ്. 200 രൂപ എങ്ങാണ്ട് വിലയുള്ളൂ. 200-250 രൂപയൊക്കെയാണ്. ഊത് കിട്ടും, വാങ്ങാൻ കിട്ടും. അത് ചെറിയൊരു ചട്ടിക്കകത്തോട്ട് കനലിട്ടിട്ട്, ഒരു 5-6 കനൽ ചട്ടിക്കകത്തിട്ടിട്ട് ഈ ഊതിനകത്ത് നിന്ന് 2-3 മരത്തിൻ്റെ പൊടി, അതൊക്കെ മരത്തിൻ്റെ പൊടി, അതങ്ങോട്ട് കുറച്ച് ശകലം 1/2 സ്പൂൺ എടുത്തിട്ട് ആ തീക്കകത്തിടുക. അന്നേരം ഭയങ്കര പുക വരും. ആ പുക കൊണ്ട് നിങ്ങളുടെ വീടിനകത്തും റൂമിനകത്തും നിങ്ങളുടെ തുണി ഇറക്കിയിട്ടേക്കുന്നോർത്തും നിങ്ങളുടെ ആ പരിസരത്തെല്ലാം ഒന്ന് കറക്കിയാണല്ലോ ആ ഏരിയയിലുള്ള നല്ല സുഗന്ധമാകും. മാത്രമല്ല അവിടെയുള്ള വായു ഒന്ന് ശുദ്ധീകരിക്കപ്പെടും. വീടിനകത്തെല്ലാം നല്ല സ്മെല്ലാകും കേട്ടോ. അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതൊക്കെ കാശ് കൊടുത്ത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനം. അപ്പം ഞാനിത് ചില സമയത്ത് കേരളത്തിൽ വരുന്ന സമയത്ത് ഇത് വാങ്ങാറുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മഴക്കാലത്ത് വീടിനകത്ത് ഈ പൂപ്പൽ മണമൊക്കെ പോകാൻ വേണ്ടി ഇതൊന്ന് അടിക്കാറുണ്ട്. ഇങ്ങനെ കത്തിച്ച് പിടിക്കും. കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഈ പുക ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ അത് കെട്ടുപോകും. അപ്പം ആ നേരം കൊണ്ട് നമ്മളെല്ലാ മുറി കൂടെ പാഞ്ഞു പോകണം. ഇതുകൊണ്ട് നേരം നല്ല സ്മെല്ല് വീടിനകത്തുണ്ടാവും. വായു ശുദ്ധീകരിക്കണം, പൂപ്പൽ മണമെല്ലാം മാറും. ഇന്ന് തന്നെ മേടിച്ചു, സ്തോത്രം. അപ്പം ഈ സാധനം ഞാൻ ഇവിടെ വീട്ടിൽ കത്തിക്കുമ്പോഴത്തേക്ക് റോട്ടിൽ കൂടെ എല്ലാം നല്ല മണമാണ്. കാരണം ആ ഏരിയ മുഴുവൻ അങ്ങ് മണമാവും, ഭയങ്കരമാണ്. ഈ സ്വച്ഛജടമാംസി ഒഴിച്ച സമയത്ത് ഭയങ്കര സ്മെല്ല്, വീട് മുഴുവൻ നിറഞ്ഞു എന്ന് മാത്രമല്ല നാട് മുഴുവനും നിറഞ്ഞു കാണും. ഭയങ്കര മണമല്ല, നല്ല സുഗന്ധം. ഈ സംഭവം അവിടെ നടക്കുമ്പം വേറെ ചങ്ങാതി അവിടെ കാൽക്കുലേറ്ററെ വെച്ച് കളിക്കാം. നമ്മുടെ ചില പിള്ളേർ ആരാധനക്കിടയ്ക്കിരുന്ന് ഫോണിങ് കൊണ്ടുവന്ന പോലെ ഒരാളിന്ന് കാൽക്കുലേറ്റർ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചോദിക്കുക അന്നേരം കാൽക്കുലേറ്റർ ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴും ഏകദേശം കൈക്കണക്കായിരിക്കുമല്ലോ, കൈക്കണക്ക് ചൂട്ട് വരുമ്പോഴത്തേക്ക് പുള്ളി പറയുകയാണ്, ചേടാ ഇത് 300-ൽ അധികം രൂപ വെള്ളിക്കാശിന് ഒറ്റ നോട്ടത്തിൽ 300 എന്തായാലും 300 കിട്ടും. എന്നിട്ട് ആദ്യം പുള്ളി പറഞ്ഞൊരു ഡയലോഗുണ്ട്, അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഞാനത് വായിച്ച് കേൾപ്പിക്കാവേ. തൈലത്തിൻ്റെ ഈ വെറും ചെലവ് ഉണ്ടോ, തൈലത്തിൻ്റെ ഈ വെറും ചെലവ്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വില, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അതെന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അതിൻ്റെ ബെനിഫിറ്റ്. ഈ 3 കാര്യം പറഞ്ഞു. 1 പാഴ്ചെലവ്, 2 വില, 3 ഇതെന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് നമ്മൾ സാധാരണ പറഞ്ഞ കാര്യം അല്ലേ, നമ്മൾ പറഞ്ഞ കാര്യമാണ്.
ഓ, ആ കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്ത് അങ്ങനെ നമ്മളങ്ങനെ പറയുന്ന നമ്മുടെ ആ വേദന കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷേ കർത്താവ് അതിന് എന്നാ മറുപടിയാണ് കൊടുക്കുന്നത്, അതാണ് മെയിൻ. നമ്മൾ പറയുന്നതല്ല മറുപടി, കർത്താവ് എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്. ഈ ശിഷ്യന്മാരൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങോട്ട് പത്രോസ് അന്ത്രയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കാണും ഇല്ലേ. 300 രൂപ കിട്ടും. അത് യെരുശലേമിൽ വിറ്റാത്രയും കിട്ടും. എമ്മൂസിൽ കൊണ്ട് വിറ്റാൽ ചിലപ്പോൾ അതിനേക്കാളും കാശ് കിട്ടാൻ സാധ്യതയുണ്ട്. വേണ്ട, എരിഹോവിൽ അവിടെ ഒരു കടക്കാരനുണ്ട്, അയാളുടെ അടുത്ത് കൊടുത്താൽ ഇച്ചിടെ കിട്ടുമെന്ന് തോന്നുന്നു. യഹൂദിയിൽ ഈ സാധനം കിട്ടാനില്ല, അതുകൊണ്ട് ചിലപ്പം ഭയങ്കര വില കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല ആൾക്കാർ, നമ്മുടെ ചില ആൾക്കാർ പറഞ്ഞില്ലേ, അത്രയും വലിയ അത്രയും പൈസ വേണോ ആ കാശ്. ഈ കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ലുബ്ധിക്കുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാ സംഘടനയിലും ഉണ്ട്. സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്, എങ്കിൽ ആ സംഘടന അനുഗ്രഹിക്കപ്പെട്ട സംഘടനയായിരിക്കും. സ്വാതന്ത്ര്യം എല്ലായിടത്തും ഉണ്ടെന്നേ. കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി ലുബ്ധിക്കുന്നത്. സ്തോത്രം. എന്നോട് ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ പോലെ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ വണ്ടി കൊണ്ട് യാത്രയ്ക്ക് പോകണോ, ഇത്രയും മൈലേജ് ഇല്ലാത്ത ഈ വണ്ടി കൊണ്ട്? ചേടാ, ഞാൻ ഈ വണ്ടി കൊണ്ട് ആന്ധ്രയിൽ പോയതുകൊണ്ട് ഒരു നഷ്ടവും എനിക്കുണ്ടായില്ല. ഒരുപാട് പേര് യേശുവിനെ അറിഞ്ഞു, ഒരുപാട് പേര് സ്നാനപ്പെട്ടു, ഒരുപാട് പേര് കർത്താവിനെ അറിഞ്ഞു, ഒരുപാട് ഗ്രാമങ്ങൾ സുവിശേഷിക്കാൻ പറ്റി. സ്തോത്രം, ഹല്ലേലൂയ. ഇനിയിപ്പോൾ വെള്ളം ഓടിക്കുന്ന ഒരു വണ്ടി കണ്ടുപിടിച്ചാലും നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ, നിങ്ങൾ പോയി അല്ലേ. സ്തോത്രം. അന്നേരം നിങ്ങൾ പറയും, അത് പിന്നെ അവിടുത്തെ വെള്ളം ക്ലോറിനുള്ളതാണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മുടെ ആൾക്കാരല്ലേ. സ്തോത്രം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, കർത്താവിൻ്റെ കാര്യത്തിൽ ഈ പാഴ്ചെലവ് എന്തിനാന്ന് ചോദിക്കരുത്. നിങ്ങളുടെ മക്കളുടെ കല്യാണം നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് നടത്തുന്നത്? നിങ്ങളുടെ മക്കളുടെ കല്യാണം, ആ മോടെ കല്യാണം വരിക, നിങ്ങൾ വിശ്വാസത്താലാണോ കല്യാണം നടത്തുന്നത്? അല്ലല്ലോ. പോത്തിനെ ഒരാഴ്ച മുമ്പ് മേടിച്ച് നിർത്തിയല്ലേ. നിങ്ങൾക്ക് ദൈവത്തെ ഒരു വിശ്വാസവും ഇല്ല, അതുകൊണ്ട് പോത്തിനെ കാശ് കൊടുത്ത് നേരത്തെ മേടിച്ച് നിർത്തും. ഇനി പന്തലോ, ഏറ്റവും നല്ല പന്തൽ, ഒരു 10-15 ടൈപ്പ് കറി. ചില കറിയൊന്നും ആരും കഴിക്കുന്നില്ല, വെറുതെ അവിടെ ഇരിക്കുക ഇല്ലേ, കണ്ടിട്ടില്ലേ? വേണേൽ പറയത്തില്ലേ പാഴ്ചെലവ് എന്തിനാന്ന്, അങ്ങനെ വേണേൽ പറയാം. പക്ഷെ ആരും പറയാതെ തന്നെന്നറിയോ, നിങ്ങളുടെ മക്കളുടെ കല്യാണം നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയാണ്. ഒന്നിനൊരു ഇല്ലേ, നമ്മൾ പറയുന്നില്ലേ, ഒന്നിനൊരു കുറവ് വരരുത്. കർത്താവിൻ്റെ കാര്യത്തിലോ എല്ലാ കുറവും വന്നോട്ടെ. സ്തോത്രം. ഒരു കുഴപ്പവും ഇല്ല, കാരണം കർത്താവിൻ്റെ കാര്യമല്ലേ. അവനവൻ്റെ കാര്യം വരുമ്പോഴും സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ലുബ്ധിക്കരുത് കേട്ടോ, ലുബ്ധിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാണ്, നന്നായിരുന്നു കേട്ടോ, അതുകൂടെ വന്നപ്പോൾ നന്നായി. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ സ്തോത്രം ചില കൺവെൻഷന് ഞാൻ ചെല്ലുമ്പം ആ സംഘാടകരോട് പറയാറുണ്ട്, പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന ലൈറ്റും കൂടെ വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര വെളിച്ചമായി കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ലൈറ്റൊന്നും ഇല്ലാതെ ചുമ്മാ 2 കീബോർഡ് എടുത്തുകൊണ്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല പോകുന്നത്. എന്നെ വിളിക്കുന്ന മീറ്റിങ്ങിനൊക്കെ ഞാനും എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി എവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എടുത്തിട്ട് പോവുക. സ്തോത്രം. എപ്പോഴാണ് കാഹളം ധ്വനിക്കുന്ന അറിയത്തില്ല. കാഹളം ധ്വനിച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റും കൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? സ്തോത്രം. കാഹളം ധ്വനിച്ച് കഴിഞ്ഞാൽ ഈ കീബോർഡ് കൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? കാഹളം ധ്വനിച്ചാൽ ഈ വണ്ടിയും കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുക, ലുബ്ധിക്കരുത്. സ്തോത്രം. കർത്താവിൻ്റെ കാര്യത്തിനല്ലേ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പം വെറുതെ പൈസ ചിലവായിരുന്നു എന്ന് പറയരുത്. അവളെക്കുറിച്ച് കർത്താവ് പറഞ്ഞവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? അവൾ എൻ്റെ ശരീരത്തിന് ഞാൻ മരിക്കും, എന്നെ അടക്കും, എല്ലാം പറയാം. ജീവിച്ചിരിക്കുമ്പോഴായി പറയുന്ന കാര്യമേ ശ്രദ്ധിച്ച്, ഞാൻ മരിക്കും, ഞാൻ അടക്കപ്പെടും. അപ്പോൾ എൻ്റെ ശരീരത്തിൽ തൈലം പോരും. അതിനുവേണ്ടി അവൾ അഡ്വാൻസ് ചെയ്തതാണ്. അവളിതൊന്നും വിചാരിച്ചല്ല, പാവം, ഇതൊന്നും വിചാരിച്ചല്ല ചെയ്തേ ഇല്ലേ. പലരും അങ്ങനെയാണ്, ഇതൊന്നും വിചാരിച്ചല്ല ചെയ്യുന്നത്. പക്ഷേ കർത്താവ് അതിനെക്കുറിച്ച് കാണുന്നത് ഭയങ്കര കാര്യങ്ങളാണ്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്തെങ്കിലും കർത്താവിനോട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയായിട്ട് ചെയ്യണം. സ്തോത്രം. കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ദൈവത്തിൻ്റെ പേര്, കർത്താവിൻ്റെ കാര്യമുണ്ട്. നിങ്ങളുടെ ആ ചർച്ചയിൽ ഒരു നല്ല ബൾബുണ്ടോ? ഒരു ബൾബ് വീട്ടിലോട്ട് മേടിക്കുമ്പോൾ കൊടുത്ത് ഒരു ബൾബോട് മേടിച്ചൊക്കെ ചർച്ചയിൽ കൊണ്ടിടുക. ആ ഉപദേശി വട്ടം കണ്ടുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം. എന്തെങ്കിലും ചെയ്യുമ്പോൾ ദാനിയേൽ നീലഗിരി ഈ ചെയ്യുന്ന കാര്യം പറയുന്നതിനാണ് എനിക്ക് താല്പര്യം, അല്ലാണ്ട് ചെയ്യാതെ ഇങ്ങനെ തിയറി പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ചെയ്യുന്ന കാര്യം നമുക്ക് പറയാം, അതായിരിക്കും ഏറ്റവും നല്ലത്, പ്രയോജനപ്പെടും. സ്തോത്രം. 300 വെള്ളിക്കാശിന് കിട്ടുമെന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ ഇപ്പം വായും പൊളിച്ചിരിക്കുക. കാരണം 300 വെള്ളിക്കാശിന്
നിനക്ക് കാശ് കിട്ടും സഹോദരി എന്ന് പറഞ്ഞാൽ ഈ ചങ്ങാതിയോട് കർത്താവ് പറയാ 300 വെള്ളിക്കാശല്ല, ഞാൻ എന്നെ തന്നെ അവൾക്ക് കൊടുക്കാൻ പോവാം. എന്നെ തന്നെ അവളങ്ങ് പൂശട്ടെ. അവളുടെ മാംസ തൈലം എൻ്റെ ശരീരം മുഴുവനും എൻ്റെ മരണത്തിന് വേണ്ടി അവൾ മുൻകൂറായിട്ട് ചെയ്തു കഴിഞ്ഞു. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് ഞെട്ടിക്കുന്നൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു മരിച്ചതിന് ശേഷം കുറേ പേര് വന്ന് ഇതൊക്കെ ചെയ്തു. കർത്താവ് ഒരക്ഷരം വേണ്ടിയില്ല. വേണ്ടിയോ? കുറേ പേര് വന്ന് ചെയ്തു. യേശു മരിച്ചതിന് ശേഷം അരിമത്യക്കാരനെ യോസഫ് ബോഡി വാങ്ങി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന്. സഹോദരിമാരും കുറച്ച് പേരും കൂടി ചെന്ന് അവനെ റാത്തൽ കണക്കിന് സുഗന്ധദ്രവ്യം കൊണ്ട് അവനെ പൊതിഞ്ഞു. അവനെ കെട്ടി ഇങ്ങനെ കെട്ടി റെഡിയാക്കി. സ്തോത്രം. അവരെക്കുറിച്ച് കർത്താവ് വല്ലതും പറഞ്ഞോ? ഇല്ല, അവരെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. യോസഫ് ഒന്ന് എനിക്ക് കുറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ യോസഫ് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. യോസഫേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടാ എന്നൊന്നും പറഞ്ഞോ കർത്താവ്? സഹോദരിമാർ കുറേ പേര് വന്ന് കുറേ തുണി എനിക്ക് പൊതിഞ്ഞു തന്നു കേട്ടോ, എന്തെല്ലാം പറഞ്ഞോ? ഇല്ല. പക്ഷെ നോക്കിയേ, ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചെയ്ത ഇവളുടെ കാര്യം കർത്താവ് പറയാ, ഇവളെ എനിക്ക് വേണ്ടി ചെയ്തെന്ന്. സ്തോത്രം. യോസഫൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ പറയുകയാണ്, ദൈവമക്കളെ, ഒരു മടിയും കൂടാതെ അതിൻ്റെ വിലയല്ല മുഖ്യം, അതാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യം. സ്തോത്രം. അതിൻ്റെ സ്തോത്രം വാല്യൂവിനെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, അതാർക്ക് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്താൽ കർത്താവ് അതിന് ഭയങ്കര വിലയാണ് കൽപ്പിക്കുന്നത്. സ്തോത്രം. ഒരുപാട് പേര് നിങ്ങൾ പറയും എന്തെന്ന് ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. എന്നോട് തന്നെ എത്ര പേര് പറയുന്നത്, പക്ഷേ നമുക്ക് ഒരു ലൈറ്റും കൂടെ ആ റോട്ടിലോട്ട് വെച്ചാലോ ആൾക്കാർക്ക് വരാൻ. അതിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ടവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ ചെവിയും കൊണ്ട് കേട്ടിട്ടുണ്ട്. ഇനി ചിലർ പറഞ്ഞതറിയോ, നമുക്ക് അത്യാവശ്യ സാധനം നമ്മുടെ ഉണ്ട്, അത് മതി. ചുമ്മാ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും അതാണ് മൈൻഡ് സെറ്റിങ്. എന്തായാലും ഞാൻ രാവിലെ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, പ്രധാനം ആർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. രാവിലെ കർത്താവേ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ഈ ലുബ്ധിക്കുന്ന അവസ്ഥ, എൻ്റെ ഈ അരിപ്പത്തരവിലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഞെക്കി കർത്താവിന് വേണ്ടിയുള്ളതും കൂടെ ഞെക്കുന്ന ആ സ്വഭാവം, അമക്കി വെക്കുന്നത്, ധാരാളമായി കൊടുക്കുന്നവനെ ധാരാളമായി അനുഗ്രഹിക്കുന്ന ദൈവം. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെ ഒരു ചെറിയ ലുബ്ധത്തരം എൻ്റെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ സന്ദേശം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നിർത്തുക. ധാരാളമായി കൊടുക്കാൻ എനിക്ക് കൃപ നൽകണമേ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചകത്തിന് സന്നിധിക്ക് അടുത്ത് വരുന്ന ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തിന് വേണ്ടി, നിന്റെ നാമത്തിന് വേണ്ടി അധികമായി ചെയ്യുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ, ബലം കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണം, കൃപയാൽ നിറയ്ക്കണം, അഭിഷേക ശക്തി വേണം. ഞാനിവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാറ്റിയുള്ള പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇനി ഇതിനൊരു മറുവശം കൂടെ പറയാവേ. കുഷ്ഠരോഗം വന്ന് കുഷ്ഠം എന്ന് പറയുന്ന അസുഖം തന്നെ ഭയങ്കര സ്മെല്ല, ചീഞ്ഞ മണമാണ് ശരീരത്തിൽ നിന്നും. എന്ന് പറഞ്ഞാൽ ശരീരം അഴുകുമല്ലേ, അഴുകി പോകുന്ന മണമാണ്. ദുർഗന്ധം വമിക്കുന്ന വീട്ടിനകത്തേക്ക് സുഗന്ധത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പെർഫ്യൂം ആ വീട്ടിനകത്ത് വരാൻ കാര്യം ക്രിസ്തു ആ വീട്ടിനകത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 10 പേരെ നിങ്ങൾ അറിയപ്പെടാൻ കാര്യം യേശു നിങ്ങളുടെ അടുക്കലുള്ളത് കൊണ്ടാണ്. ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ട്, യേശുവിനെ പാടുന്നത് കൊണ്ട് നാട്ടുകാരും എന്നെ അറിയുന്നുണ്ടെങ്കിൽ ആ വഴിക്കേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വഴിക്കും അല്ല. സ്തോത്രം. ഈ സുഗന്ധം ഇത് പരക്കും. ആർക്കും പൊതിഞ്ഞ് കെട്ടി വെക്കാൻ പറ്റിയല്ല. ചേട്ടാ, നിങ്ങളുടെ മൂക്കൊന്ന് അടച്ചു വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ആരുടെ മൂക്ക് നമുക്ക് അടയ്ക്കാൻ പറ്റിയല്ല. ഇല്ലേ? ചില ആൾക്കാർക്ക് ഭയങ്കര, എനിക്ക് ഈ ഗ്യാസ് ലീക്കായാൽ പെട്ടെന്ന്, ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ മൂക്കിന് മണം വരും, പെട്ടെന്ന് പിടിക്കും. എപ്പോഴേ ഗ്യാസ് ഒന്ന് അല്പം ഞാൻ പറയും, ഗ്യാസ് ഓഫാണോ ഓണാണോ എന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എൻ്റെ മൂക്ക് ഭയങ്കര ഘ്രാണശക്തി കൂടുതലാണ്. സ്വത്രം. അതേ സമയത്ത് ഗ്രാമങ്ങളിൽ സുവിശേഷവുമായി ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ മൂക്ക് അടയ്ക്കേണ്ട അവസ്ഥയാണ്, അല്ലേ? ഭയങ്കര വൃത്തികളായിട്ട് കിടക്കുന്ന സ്ഥലം.
അവിടെ ചെല്ലുമ്പോൾ ദൈവം എൻ്റെ മൂക്ക് അങ്ങ് അടയ്ക്കും. സ്തോത്രം. അവരോടൊപ്പം തൂമ്പായിട്ട് ആ കാന കോരാനും അവരുടെ കക്കൂസ് കോരാനും ഒക്കെ നമുക്ക് ദൈവം കൃപ തരുന്നത് ഇതേ മൂക്ക് ദൈവം അടയ്ക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവിന് വേണ്ടി ചെയ്യാൻ മനസ്സുണ്ടോ? ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.